ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 11 ദിവസം ഹനുമാൻ ചാലിസ ജപിക്കുക എന്നുള്ള സങ്കല്പത്തെക്കുറിച്ച്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ചൊല്ലി നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, 11 ദിവസം ഹനുമാൻ ചാലിസ ചൊല്ലണമെന്നാഗ്രഹിക്കുന്നവർ ആരായിരുന്നാലും 11 ദിവസം ഇത് ബ്രഹ്മമുഹൂർത്തത്തിൽ വേണം ചെയ്യാൻ. നോൺ വെജ് ഈ 11 ദിവസവും ഒഴിവാക്കണം. ഒപ്പം തന്നെ ബ്രഹ്മചര്യം പാലിക്കുകയും വേണം. ഞാനിത് ആദ്യം തന്നെ പറയുന്നത്, ഇത് പറഞ്ഞ് ലാസ്റ്റ് ചെന്ന് ഇത് കണ്ടിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഇത് തുടർന്ന് കണ്ടാൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ ഒരു കാര്യം പറയുന്നത്. പക്ഷേ നമ്മൾ ഈ 11 ദിവസം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഹനുമാൻ ചാലിസ ജപിച്ചാൽ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ആ ആഗ്രഹം വെക്കുന്നത് അത് ഭഗവാൻ സാധിച്ചു തന്നിരിക്കും. ഹനുമാൻ സ്വാമിയുടെ കാര്യത്തിൽ വളരെ ഇതൊരു സത്യമായ കാര്യമാണ്. എൻ്റെ അനുഭവവും കൂടെയാണ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് ഹനുമാൻ ചാലിസ 11 ദിവസത്തെ സങ്കല്പമെടുത്ത് ആഗ്രഹം സാധിച്ചിട്ടുണ്ട്. ഞാൻ മിക്കവാറും ലൈഫിൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻസൊക്കെ വരുന്ന സിറ്റുവേഷൻസിൽ എപ്പോഴും ചെയ്യുന്നതാണ് ഈ ഹനുമാൻ ചാലിസ 11 ദിവസത്തെ സങ്കല്പം എടുത്ത് ബ്രഹ്മമുഹൂർത്തത്തിൽ ചൊല്ലുക എന്നുള്ളത്. അതുമാത്രവുമല്ല, ഞാൻ എൻ്റെ നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഹനുമാൻ ചാലിസ ജപിക്കാറുമുണ്ട്. ഒരു ദിവസം പോലും മുടക്കാറില്ല. ചൊവ്വ ശനി ദിവസങ്ങളിൽ 11 ദിവസം ഹനുമാൻ അമ്പലത്തിൽ പോയിരുന്നും ജപിക്കാറുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന പോസിറ്റിവിറ്റി, പ്രൊട്ടക്ഷൻ, ധൈര്യം ഇവയൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമുക്ക് നല്ല രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനും ആ എടുക്കുന്ന തീരുമാനങ്ങളെ അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി അത് വിജയിപ്പിക്കാനുമുള്ള ഒരു കഴിവ് നമുക്ക് ഹനുമാൻ ചാലിസ തരും. ഞാനിപ്പം ഏകദേശം ഒരു 6 വർഷമായി ഈ ഹനുമാൻ ചാലിസ തുടർച്ചയായിട്ട് എൻ്റെ ജീവിതത്തിൽ ജപിക്കാൻ തുടങ്ങിയിട്ട്. ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രൊട്ടക്ഷൻ നല്ല രീതിയിൽ എനിക്കും എൻ്റെ കുടുംബത്തിലും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരായിരുന്നാലും നിങ്ങൾക്ക് പൂർണ്ണമായ മനസ്സോടുകൂടി ഇത് ജപിച്ച് തുടങ്ങാവുന്നതാണ്. ആദ്യം ഇത് ചൊല്ലിത്തുടങ്ങുമ്പോൾ തീർച്ചയായും ഒരു തവണ ചൊല്ലാൻ ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെ ചിലപ്പം എടുത്തുവെന്ന് വരും. പക്ഷേ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിത്തുടങ്ങുമ്പോൾ 11 തവണ ചൊല്ലാൻ വെറും 30 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റൊക്കെ എടുക്കാറുള്ളൂ. എൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഞാനിത് പറയുന്നത്. അപ്പം അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഹനുമാൻ ചാലിസ എന്ന് പറയുന്നത്. നാളെ ശനിയാഴ്ചയാണ്. നാളെ മുതൽ നിങ്ങൾക്ക് ഈ 11 ദിവസത്തെ സങ്കല്പം എടുത്ത് ഹനുമാൻ ചാലിസ ചൊല്ലാൻ പറ്റിയൊരു ദിവസമാണ്. ഇത് ചൊവ്വാഴ്ച ശനിയാഴ്ച തന്നെ തുടങ്ങണമെന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല. നമ്മൾക്ക് ഏത് ദിവസം വേണമെങ്കിലും തുടങ്ങാം. എന്നാൽ പോലും ചൊവ്വായും ശനിയുമാണ് ഹനുമാൻ സ്വാമിക്ക് പ്രിയപ്പെട്ട ദിവസങ്ങൾ എന്നതുകൊണ്ടാണ് നമ്മൾ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഇത് തുടങ്ങണമെന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഹനുമാൻ ചാലിസ ചൊല്ലി തുടങ്ങേണ്ടത്, എന്തൊക്കെയാണ് അതിൽ പാലിക്കേണ്ട നിഷ്ഠകൾ എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഹനുമാൻ ചാലിസ 11 ദിവസം ചൊല്ലാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട 3 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു. ഇനി ബ്രഹ്മമുഹൂർത്ത സമയത്താണ് ഇത് ചൊല്ലാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സമയം. അതായത് ബ്രഹ്മമുഹൂർത്ത സമയമായ അതിരാവിലെ 3:30 മുതൽ 5:30 വരെയുള്ളൊരു സമയം. ഇനി അത്രയും നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ പോലും ഒരു 6 മണിക്കുള്ളിൽ ഇത് ചൊല്ലി തീർക്കാവുന്നതാണ്. എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്കതിന് പറ്റില്ല, ഇപ്പോൾ വയ്യാഴികയൊക്കെ ഉള്ളവരാണ്, ഞങ്ങൾക്കിത് ചൊല്ലണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നവർക്ക് തീർച്ചയായും ഒരു 7:30-ക്കുള്ളിൽ ചൊല്ലി തീർക്കാവുന്നതാണ്. ഇനി രാവിലെ ഒരു നിവൃത്തിയുമില്ല, ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുന്നവരാണ്, ഞങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നവർക്ക് വൈകുന്നേരവും എടുക്കാം. അതിലും പ്രത്യേകിച്ച് തെറ്റുകളൊന്നുമില്ല. പക്ഷേ എപ്പോഴും എനിക്ക് തോന്നുന്നു ഇത് ചൊല്ലിയിട്ടുള്ളവരിൽ കൂടുതൽ പേർക്കും നല്ല രീതിയിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഈ രാവിലെ ഈ 3:30 മുതൽ ഈ ഒരു 7:30 വരെയുള്ള സമയത്താണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് മുന്നോട്ട് നോക്കാവുന്നതാണ്. പിന്നെ നാളെ ശനിയാഴ്ചയാണ്, ത്രിപുഷ്കര യോഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ നാളെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് തുടങ്ങാൻ പറ്റാത്തവർക്ക് ഞാൻ പറഞ്ഞ ത്രിപുഷ്കര സമയം മുതൽ 7:30 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഡെഫിനിറ്റ്ലി നിങ്ങൾക്ക് വിജയം ലഭിച്ചിരിക്കും. ആ യോഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ ഇന്ന് രാവിലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം നിങ്ങൾ ഈ ഒരു ഹനുമാൻ ചാലിസ ചൊല്ലാൻ തുടങ്ങാൻ തീരുമാനിച്ചു 11 ദിവസം എന്നുണ്ടെങ്കിൽ അതിരാവിലെ എഴുന്നേൽക്കുക. ഞാൻ ഈ പറഞ്ഞ സമയം, ആ സമയത്ത് എഴുന്നേൽക്കുക, കുളിക്കുക. തലയ്ക്ക് കുളിക്കണം.
എപ്പോഴൊക്കെ നിങ്ങൾ ഹനുമാൻ ചാലിസ ചൊല്ലിയാലും ഹെഡ് ബാത്ത് നിർബന്ധമാണ്, പ്രത്യേകിച്ച് ഈ 11 ദിവസത്തെ ഹനുമാൻ ചാലിസ സങ്കല്പത്തിൽ. അതിനുശേഷം ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ വീട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ തുടച്ച് ഭഗവാന് ഒരു കുങ്കുമമൊക്കെ പൊട്ടൊക്കെ തൊട്ട് ഒരു പൂവ് മാല ചാർത്തണമെന്ന് നിർബന്ധമൊന്നും പറയുന്നില്ല. ഇനി വെറ്റിലമാലയൊക്കെ പറിച്ച് ഈ 11 ദിവസം ഹനുമാൻ ചാലിസ ചൊല്ലുന്നതിൻ്റെ കൂട്ടത്തിൽ, അതായത് 7, 9, 11 ആ ഒരു സംഖ്യയിൽ നിങ്ങൾക്ക് വെറ്റിലമാലയും ഹനുമാന് ചാർത്താവുന്നതാണ്. അല്ലെങ്കിൽ ഒരു പൂവെങ്കിലും ഹനുമാന് മുമ്പിൽ സമർപ്പിച്ച് ഭഗവാന് മുൻപിൽ ഒരു നെയ്വിളക്ക് കൊളുത്തി വെക്കുക. നെയ്വിളക്ക് തന്നെ ഈ 11 ദിവസവും കൊളുത്തണം. അത് മൺവിളക്കിൽ കൊളുത്തിയാൽ മതിയാവും. അതല്ല, നിങ്ങളുടെ വീട്ടിൽ എന്ത് വിളക്കാണോ ഉള്ളത് ആ വിളക്കിൽ നെയ്യൊഴിച്ച് ഒരു വിളക്ക് ഹനുമാന് മുൻപിൽ കൊളുത്തി വെക്കുക. ശേഷം ഭഗവാന് എന്തെങ്കിലും ഒരു മധുര പലഹാരം വെക്കാം. ലഡു കൊടുക്കാവുന്നതാണ്. ഭഗവാന് വളരെ വളരെ ഇഷ്ടമാണ് മൂട്ടിച്ചോറ് ലഡു എന്ന് പറയുന്നത്, ഓറഞ്ച് കളറിലെ ലഡു. അതില്ലെന്നുണ്ടെങ്കിൽ വെണ്ണ, അൺസോൾട്ടഡ് ബട്ടർ വാങ്ങിക്കാൻ കിട്ടും. ആ ബട്ടർ വാങ്ങിച്ച് വെച്ചിട്ട് ഓരോ ദിവസവും കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ച് ഭഗവാന് വെച്ചാലും ഭഗവാനത് വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, പഴവോ ആപ്പിളോ ഓറഞ്ചോ എന്താണോ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് അത്. ഇനി ഇതൊന്നും പറ്റില്ല എന്നുള്ളവർക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പഞ്ചസാര ധാരാളമാണ് ഭഗവാന് മുമ്പിൽ സമർപ്പിക്കാൻ. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ എല്ലാവരും എപ്പോഴും ഭഗവാന് സമർപ്പിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ കടലയുണ്ടല്ലോ, കറി വെക്കുന്ന കടല, അത് വറുത്തതും അതിനോടൊപ്പം ശർക്കരയും. അത് ഭയങ്കര പ്രിയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എന്നൊക്കെ അമ്പലത്തിൽ ചെന്നാലും അത് ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം. അപ്പം നിങ്ങൾക്ക് അതും ഭഗവാന് മുമ്പിൽ സമർപ്പിക്കാവുന്നതാണ്. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് ശുദ്ധമായ വെള്ളമായിരിക്കണം. നമുക്ക് കുടിക്കാൻ പറ്റുന്ന അളവിൽ മാത്രമേ എടുക്കാവുള്ളൂ. ശേഷം അത് വെറുതെ പാഴാക്കി കളയാൻ പാടില്ല. വെള്ളവും വെച്ചതിന് ശേഷം ഒരു വിരിപ്പ് വിരിച്ച് വളരെ സ്വസ്ഥമായിട്ടിരിക്കുക. നിങ്ങൾ ഇരിക്കുന്ന ഭാഗം നല്ല ക്ലീൻ ആൻഡ് വൃത്തിയുള്ളതായിരിക്കണം. ഇപ്പോൾ പൂജാ റൂം വിളക്ക് കത്തിക്കുന്നിടത്തൊക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ടും എല്ലാവരും ഇരിക്കുന്നത്. സോ അങ്ങനെ ഇരിക്കുക. ഇനി ഞാൻ പറയാൻ വിട്ടുപോയി, നിങ്ങളുടെ വീട്ടിൽ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ ഇല്ല എന്ന് പറഞ്ഞ് ആർക്കെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ കത്തിച്ചിരിക്കുന്ന ദീപത്തിൽ ഹനുമാൻ സ്വാമി ഉണ്ട് എന്നുള്ള സങ്കല്പത്തിൽ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇനി ഞങ്ങൾക്കത് പറ്റില്ല, ഒരു ഫോട്ടോ വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഹനുമാൻ സ്വാമിയുടെ പഞ്ചമുഖ ഹനുമാൻ സ്വാമിയുണ്ട്, 5 മുഖമുള്ള ഹനുമാൻ സ്വാമി. അതല്ല എന്നുണ്ടെങ്കിൽ മരുത്വാമല കയ്യിൽ പിടിച്ചുകൊണ്ട് പറക്കുന്ന ഹനുമാൻ സ്വാമി, അതല്ലെന്നുണ്ടെങ്കിൽ ഹരത ഹസ്തത്തോടു കൂടി ഇരിക്കുന്ന ഹനുമാൻ സ്വാമിയുണ്ട്. ഈ 3 ഫോട്ടോസ് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് അതാണെങ്കിലും മതിയാവും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ വാൾപേപ്പറായിട്ട് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ വെച്ച് അതിന് മുമ്പിൽ ദീപം കത്തിച്ച് വെച്ച് അങ്ങനെയും ചൊല്ലാം. അതിലും തെറ്റൊന്നുമില്ല. ശേഷം നമ്മൾ നമ്മുടെ വലത് കയ്യിൽ ഒരല്പം ജലം എടുക്കുക. ഒരല്പം എന്ന് വെച്ചാൽ ഒരുപാട് തൂവി പോകുന്ന രീതിയിലൊന്നുമല്ല, കുറച്ച് നമ്മുടെ കൈവെള്ളയ്ക്കുള്ളിൽ നിൽക്കുന്ന രീതിയിൽ ഒരല്പം ജലമെടുത്ത് നമ്മുടെ ഇടത് കൈ കൊണ്ട് നമ്മൾ കൈയെ അടച്ച് മുറുക്കെ പിടിച്ചിട്ട് സങ്കല്പം ചെയ്യുകയാണ് ഹനുമാൻ സ്വാമിയോട്. അതായത് ഹനുമാൻ സ്വാമി, ഞാൻ 11 ദിവസം 11 തവണ ഏത് സമയമാണോ ആ സമയത്ത് ഞാൻ ഹനുമാൻ ചാലിസ ചൊല്ലിയേക്കാം. എൻ്റെ ആഗ്രഹം ഇതാണ്, എനിക്ക് ഈ ആഗ്രഹം ഭഗവാനെ അങ്ങ് സാധിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ച് ആ സങ്കല്പം ചെയ്ത വെള്ളം നമ്മൾ ആ ഫോട്ടോയ്ക്ക് മുൻപിലോട്ട് പതിയെ ഒഴിക്കുക. കയ്യിലൊരു തുള്ളി വെള്ളമേ എടുക്കാവുള്ളൂ. അത് അപ്പം നമ്മൾ സങ്കല്പം ചെയ്തു. ഇനി ഈ 11 ദിവസം നമ്മൾ ചൊല്ലുകയാണ്. 11 ദിവസം ചൊല്ലുമ്പോൾ ഒരേ സമയം, ഇപ്പോൾ എല്ലാ ദിവസവും നിങ്ങളൊരു 5:10 ചൊല്ലുന്നതെന്നുണ്ടെങ്കിൽ സെയിം ടൈം തന്നെ എല്ലാ ദിവസവും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ 11 തവണ ചൊല്ലാനിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് മുറിക്കാൻ പാടില്ല. അതായത് 2 പ്രാവശ്യം ചൊല്ലി എഴുന്നേറ്റ് പോയിട്ട് പിന്നെ വന്ന് ചൊല്ലാം, അങ്ങനെയല്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 11 തവണ ചൊല്ലി തീർക്കണം. അതുപോലെ 11 ദിവസം ചൊല്ലുക എന്നുള്ളത്, ഇപ്പോൾ ഇന്ന് ചൊല്ലി നാളെ വേണ്ട ചൊല്ലുന്നില്ല അങ്ങനെ വിചാരിച്ചാൽ വീണ്ടും നമ്മൾ ഒന്നേയും തുടങ്ങണം. അതുകൊണ്ട് 11 തവണ 11 ദിവസം അടുപ്പിച്ച് യാതൊരു വിധത്തിലുള്ള ഇടയ്ക്കൊരു മുടക്കവും വരാതെ ചൊല്ലണം. സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് തുടങ്ങിയാൽ മതിയാവും. അങ്ങനെ നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലി തീർക്കുക. ഈ മന്ത്രം എഴുതിയത്, ഹനുമാൻ ചാലിസ എഴുതിയത് തുളസീദാസ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത് നമ്മുടെ തുളസി രാമായണം എന്ന് പറയുന്ന രാമചരിത മാനസ, അതിലാണ് സെയിൻറ്റ് ഗോസ്വാമി തുളസീദാസ് ഹനുമാൻ ചാലിസ രചിച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ ചൊല്ലി 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 വരുമ്പോഴത്തേനും അവസാനം ഒരു വരിയുണ്ട്, ജോയഹ പെടേ ഹനുമാന ചാലിസ ഹോയ സിദ്ധി
സാഗീ ഗൗരീശ തുളസീദാസ സദാഹരിചേര കീജൈനാഥ ഹൃദയമഘഠേര. അതായത് തുളസീദാസാണ് ഈ ഒരു ഹനുമാൻ ചാലിസ രചിച്ചതെന്നാണ് അവിടെ പറയുന്നത്. പക്ഷേ നമ്മളവിടെ തുളസീദാസ് എന്നതിന് പകരം നമ്മുടെ പേര്, ഇപ്പം എൻ്റെ പേര് ആതിര എന്നാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ജോയഹ് പെട്ടേ ഹനുമാൻ ചാലിസ ഹോയ സിദ്ധി സാഗീ ഗൗരീശ ആധിര സദാ ഹരിചേര. ഞാൻ ഭഗവാനോട് പറയുകയാണെന്നുള്ള അർത്ഥമാണ് നമ്മുടെ പേരുൾപ്പെടെ അവിടെ പറയുന്നത്. അതെല്ലാവരും മറക്കാതെ ഈ 11 ദിവസം 11 തവണയും ചൊല്ലുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മുടെ പേര് അവിടെ വന്ന് ചൊല്ലണം. അങ്ങനെ ചൊല്ലി തീർത്തതിന് ശേഷം ആ ഗ്ലാസ്സിലെ വെള്ളം നമ്മൾ കുടിച്ചതിന് ശേഷം മിച്ചം നമ്മൾ ഇരുന്ന ഭാഗത്തും അതുപോലെ നമ്മുടെ വീട് മുഴുവനും സ്പ്രിങ്കിൾ ചെയ്യണം. ആദ്യം നമ്മൾ കുടിക്കുക, അതിന് ശേഷം സ്പ്രിങ്കിൾ ചെയ്യുക. അങ്ങനെ നമ്മൾ 11 ദിവസവും ഈ ഒരു ഹനുമാൻ ചാലിസ ഇതേ രീതിയിൽ തന്നെ ചൊല്ലുക. ഇതിനിടയ്ക്ക് ഹനുമാൻ അമ്പലത്തിൽ പോകുന്നവർക്ക് പോകാം, ഹനുമാന് വെറ്റിലമാല സമർപ്പിക്കുന്നവർ സമർപ്പിക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. പിന്നെ ചിലവർക്ക് ഇത് ചൊല്ലി 4 അല്ലെങ്കിൽ 5 ദിവസമൊക്കെ ആകുമ്പോൾ അവരുടെ കാര്യം സാധിച്ച് കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ മിക്കവരും ഈ ഒരു കാര്യം പിന്നെ അങ്ങ് സ്കിപ്പ് ചെയ്യും, ചൊല്ലാതെ വിടും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ ഭഗവാന് സങ്കല്പം കൊടുത്തിരിക്കുന്നതാണ്, ഉറപ്പ് കൊടുത്തിരിക്കുന്നതാണ്. ആ ഉറപ്പ് നമ്മൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. അതുകൊണ്ട് അക്കാര്യം ശ്രദ്ധിച്ചോണം. ഞാനിവിടെ കുറച്ച് പേരെയൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളൊരു വാക്ക് കൊടുത്താൽ അത് ഭഗവാനാണെങ്കിലും നമ്മൾ ആ വാക്ക് എപ്പോഴും പാലിക്കാനായിട്ട് ശ്രമിക്കണം. അതുകൊണ്ട് 11 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചൊല്ലണം. ഒരേ സമയം, ഒരേ പ്ലേസ്, ഇതൊക്കെ നമ്മൾ പാലിക്കാനും ശ്രമിക്കണം. 11 ദിവസവും നമ്മൾ ഈ ഹനുമാൻ ചാലിസ ചൊല്ലി 11ാമത്തെ ദിവസം വരുമ്പോൾ നമ്മൾ 11 തവണ ചൊല്ലിയതിന് ശേഷം ബജ്രംഗ് ബാൻ എന്ന് പറയുന്ന ഒന്നും കൂടിയുണ്ട്. നിങ്ങളിത് ചൊല്ലുന്നുണ്ട്, നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ ബജ്രംഗ് ബാൻ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. ഒരു തവണ ഈ ബജ്രംഗ് ബാൻ കൂടെ ചൊല്ലി നമ്മൾ ഭഗവാന് ഹനുമാൻ ചാലിസ ചൊല്ലി സമർപ്പിച്ചിരിക്കുന്നു. ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ അത് സാധിച്ചു തന്നിരിക്കും. അത് എന്ത് ആഗ്രഹമാണെന്നുണ്ടെങ്കിലും ഭഗവാൻ അത് സാധിച്ചു തന്നിരിക്കും. ഇനി നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുന്നതിന് മുൻപ്, അത് ഞാൻ ആദ്യമേ പറയേണ്ടതായിരുന്നു, വിട്ടുപോയതാണ്. നമ്മൾ മന്ത്രം ചൊല്ലി ഭഗവാന് സങ്കല്പം കൊടുത്തതിന് ശേഷം ശ്രീരാമജയം 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 എന്നും ആദ്യം 3 പ്രാവശ്യം പറയണം. അതിന് ശേഷം വേണം നമ്മൾ ഹനുമാൻ ചാലിസ ചൊല്ലാൻ തുടങ്ങും. കാരണം എവിടെയാണോ രാമനാമം മുഴങ്ങുന്നത് അവിടെ ഹനുമാൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചൊല്ലുന്ന ആ മന്ത്രത്തിന് നമ്മൾക്ക് പെട്ടെന്ന് ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ രാമസ്വാമിയെ പ്രാർത്ഥിക്കുക, അതിന് ശേഷം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഫലം പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ 11 തവണ ചൊല്ലണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് ഭയങ്കര സ്പീഡിലൊന്നും ചെയ്യരുത്. ഒരു നോർമൽ സ്പീഡ്. ജയ ഹനുമാന ജ്ഞാനഗുണസാഗര ജയ കപീശതി ലോക ഉജാഗര രാമദൂത അതുലിത ബലധാമ അഞ്ജനി പുത്ര പവനസുധനാമ. ഈ ഒരു സ്പീഡിൽ നമ്മളങ്ങ് ചൊല്ലി തുടങ്ങിയാൽ മതിയാവും. ആദ്യത്തെ ദിവസം ചൊല്ലുമ്പോൾ തീർച്ചയായിട്ടും സ്ട്രഗിൾ അനുഭവപ്പെടും. കാരണം നമുക്ക് ചില വാക്കുകളൊക്കെ, ഇതൊരു ഹിന്ദി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടും. പക്ഷേ നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് ചൊല്ലാനായിട്ട് പറ്റും. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും അവരവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഈ ഹനുമാൻ ചാലിസ ഒരു 11 ദിവസം സങ്കല്പം എടുത്ത് ചൊല്ലി നോക്കൂ. തീർച്ചയായിട്ടും ഭഗവാൻ ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.